ഇടതുപക്ഷത്തെ പിന്തുണച്ച NSSനെ അനുനയിപ്പിക്കാൻ നീക്കം തുടർന്ന് കോൺഗ്രസ്. പെരുന്നയിലെ NSS ആസ്ഥാനത്തെത്തിയ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തി. നേരത്തെ PJ കുര്യനും കൊടിക്കുന്നിൽ സുരേഷും NSS ആസ്ഥാനത്തെത്തിയിരുന്നു. രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയായില്ലെന്ന് പറയുന്നില്ലെന്നായിരുന്നു തിരുവഞ്ചൂരിന്റെ പ്രതികരണം. ശബരിമല വിഷയത്തിൽ സർക്കാരുമായി NSS അടുത്തത് അത് വലിയ തോതിലാണ് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയത്. ഇതിനിടെയാണ് പലതരത്തിലുള്ള അനുനയ നീക്കങ്ങളും തുടരുന്നത്. NSSുമായി വളരെ അടുപ്പമുള്ള നേതാക്കളാണ് ആദ്യഘട്ടത്തിൽ NSS ആസ്ഥാനത്തെത്തിയത്. കൊടിക്കുന്നിൽ സുരേഷ്, PJ കുര്യനെ പോലുള്ള നേതാക്കളെത്തി. ഇതിന് പിന്നാലെയാണ് ഇന്നലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും NSS ആസ്ഥാനം സന്ദർശിച്ചത്. അദ്ദേഹം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി. ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ തിരുവഞ്ചൂർ പറഞ്ഞത് NSSന്റേത് കൃത്യതയുള്ള നിലപാടാണ്, നിലപാടിൽ വെള്ളം ചേർക്കാത്തവരാണ് NSS. എന്തൊക്കെ കാര്യങ്ങളാണ് സംസാരിച്ചത് എന്നത് ഇപ്പോൾ വ്യക്തമാക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. അതല്ലേ, ഞാനവിടെ ചെന്ന് അദ്ദേഹത്തെ കാണും. ഞാൻ സാധാരണ ആദ്യമായിട്ട് പോകുന്നതല്ല. അതൊരു പൊളിറ്റിക്കൽ മിഷൻ എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മളവിടെ നേരത്തെയും പോകാറുണ്ട്, ഇപ്പോഴും പോയി ആ നിലയിൽ തന്നെ. നിലവിലൊരു സാഹചര്യം ചർച്ചയാവുന്ന സ്ഥിതിയാണ്. അവിടെ നമ്മളവിടെ പോയി അദ്ദേഹത്തെ കണ്ടു, സംസാരിച്ചു പോന്നു. അതിനേക്കാൾ അപ്പുറത്ത് പറയാനുള്ളൊരു മാൻഡേറ്റ് എനിക്കില്ല. നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളോടൊക്കെ തങ്ങളെടുത്ത നിലപാടിൽ NSS ഉറച്ചു നിന്നു. ഇതേ നിലപാട് തിരുവഞ്ചൂരിനെയും ബോധ്യപ്പെടുത്തി എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം G. സുകുമാരൻ നായർ മാധ്യമങ്ങളോട് പരസ്യമായി സംസാരിച്ചപ്പോഴും തങ്ങളുടെ നിലപാടിൽ മാറ്റമില്ല, ശബരിമലയിൽ ഒരു നിലപാട് മാറ്റവും തങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. സർക്കാരിനാണ് ഫലത്തിൽ ശബരിമലയോട് കുറച്ച് അടുത്ത് നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. ആ ഘട്ടത്തിൽ സർക്കാരിനെ അംഗീകരിക്കുന്നു, ഇതിൽ രാഷ്ട്രീയമില്ല എന്നൊക്കെയാണ് G. സുകുമാരൻ നായർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇതിനുള്ളിൽ കോൺഗ്രസിന്റെ സുകുമാരൻ നായർ ഏറ്റവും ആദ്യം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ന്യൂനപക്ഷ വോട്ടുകൾ മതി NSSന് എന്ന അതൃപ്തി ഫലത്തിൽ സുകുമാരൻ നായർ പ്രകടിപ്പിച്ചിരുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി അവിടെ നിൽക്കുന്നുണ്ട്. ഇത്തരം ചില ബന്ധങ്ങൾ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ളവരുമായി ഒക്കെ ചേർന്ന് നിന്ന് ചില ബന്ധങ്ങൾ നിലമ്പൂരിൽ ഉൾപ്പെടെ ഉണ്ടാക്കാൻ ശ്രമിച്ചതൊക്കെ NSSനെ ചൊടിപ്പിച്ചു. ഇതിന് പിന്നാലെയാണ് സർക്കാരിന്റെ ഒരു നിലപാട് മാറ്റം കൂടി ശബരിമല വിഷയത്തിൽ ഉണ്ടായത് എന്നതും NSS ഫലത്തിൽ പരിഗണനയോടെ കണ്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പല നേതാക്കളും മാറി മാറി പോകുമ്പോഴും ആരും ഈ വിഷയം പറയാൻ വരണ്ട എന്ന് G. സുകുമാരൻ നായർ നേരത്തെ തന്നെ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കോൺഗ്രസിന് ഫലത്തിൽ അനുകൂലമായ എന്തെങ്കിലും ഒരു നിലപാടിലേക്ക് NSS ഇനിയും എത്തിയിട്ടില്ല എന്നുള്ളതാണ് അവിടെ ശ്രദ്ധേയമായി നിൽക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മലപ്പുറം ജില്ലാ വിഭജനമെന്ന ആവശ്യമുയർത്തി മുസ്ലിം ലീഗ് MLA താനൂർ, തിരൂരങ്ങാടി, പൊന്നാനി താലൂക്കുകൾ ഉൾപ്പെടുത്തി തീരദേശ ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യവുമായി തിരൂർ MLA കുറുക്കോളി മൊയ്തീനാണ് രംഗത്തെത്തിയത്. ജനസംഖ്യാനുപാതികമായി വികസനം സാധ്യമാകണമെങ്കിൽ ജില്ലാ വിഭജനം അനിവാര്യമാണെന്നാണ് മൊയ്തീന്റെ നിലപാട്. എന്നാൽ ഈ ആവശ്യത്തോട് മുസ്ലിം ലീഗ് യോജിച്ചിട്ടില്ല. UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഈ ആവശ്യം ഉന്നയിക്കുമോ എന്നാണ് KT ജലീലിന്റെ വെല്ലുവിളി.